എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു നാടൻ മീൻകറി വെച്ചാലോ? അതിനായി നമ്മളിവിടെ അയിലയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് തേങ്ങ അരച്ചൊന്ന് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ അരപ്പ് ഉണ്ടാക്കാം. നമ്മളിവിടെ ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു വലിയ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ലേശം വലിയ ജീരകത്തിൻ്റെ പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് അരഞ്ഞു വരാൻ ആവശ്യമായ വെള്ളവും കുറച്ച് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ നമ്മളൊരു 1/4 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി നമ്മൾ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ലേശം ചെറിയ ഉള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞ് ചേർത്ത്, കറിവേപ്പില, പച്ചമുളക് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു തക്കാളി വലിയ പീസായി അരിഞ്ഞ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വരണം. നമ്മൾ ഈ അരച്ച അരപ്പിനകത്ത് നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പറയാൻ വിട്ടുപോയി. അരപ്പ് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ വഴന്ന് വന്ന കൂട്ടിലേക്ക് നമുക്ക് അരപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ലേശം വെള്ളം കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പുളി ചേർക്കാം. തക്കാളി ചേർത്തതിനാൽ പുളി നമുക്ക് കുറച്ച് ചേർത്താൽ മതി. ചെറിയ 2 പീസ് പുളി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. തക്കാളിക്ക് നല്ല പുളി ഉള്ളതിനാൽ പുളി കുറച്ച് ചേർത്താൽ മതി. തിളച്ച് വരുന്ന അരപ്പിലേക്ക് നമുക്ക് പീസാക്കി വെച്ച മീനും കൂടി ചേർക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് അടച്ച് കറി വേവിച്ചെടുക്കാം. അരപ്പ് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. കറി പാകമായി വരുമ്പോഴത്തേക്കും പുളി നന്നായിട്ട് ഇറങ്ങി പരുവത്തിനായിക്കൊള്ളും. എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന കറികളൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം. ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ താളിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ തക്കാളി ചേർത്ത നാടൻ തേങ്ങ അരച്ച അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച് നമ്മൾ കറി വെക്കുമ്പം ഇതേപോലെ തക്കാളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മത്തിയും ഇതേപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.